Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാതെ നല്ല ചാറോട് കൂടിയ ഒരു മീൻകറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തേങ്ങ ചിരകാനൊക്കെ മടിയുള്ളവർക്കും തേങ്ങ അധികം ഉപയോഗിക്കാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മീൻകറിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്ന ഒരു മീൻ കറിയാണ്. അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി മുഴുവനും എടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ ഞാൻ ഒരു കൈ അളവിൽ ചെറിയ ഉള്ളിയും ഒരു 3 ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വലിയ സവാളയാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാകും. ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കുറച്ചൊരു നല്ലൊരു നാടൻ ടേസ്റ്റിന്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കാം. ഇപ്പോൾ ഈ സവാള കുറച്ച് കളറ് മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂട് പോയതിന് ശേഷം മിക്സിയിലിട്ട് തന്നെ ഒന്ന് അരച്ച് എടുക്കാം. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഈ ഉള്ളി മുളകൊക്കെ ചേർത്തത് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി. ഇനി നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ
കുറച്ച് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സി കഴുകി ഒഴിച്ചു. ഇനി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് അയല മീനാണ് എടുക്കുന്നത്. അത് ഒരു 2 മീനുണ്ട്. അത് നമുക്ക് അപ്പോൾ നമ്മൾ മീൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാനിതിൽ ഒരു ചെറിയ ഒരു മുരിങ്ങയ്ക്ക, പിന്നെ മുളക്, ഇതുപോലത്തെ മുളക് ഒരു 2-3 മുളക്, ഒരു 2 ടൊമാറ്റോ, ചെറിയ 2 ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും ഒരു ചെറിയ മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട്, അധികം ടൈറ്റ് അല്ലാതെ അടയ്ക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.